എന്റെ സ്വന്തം മോൾ ചത്താലും എനിക്ക് അവനാ വേണ്ടേ, ആ കുണ്ടനാണ് വേണ്ടെന്ന് പറഞ്ഞു ഇല്ലേ? ആ കുണ്ടൻ അയാളെ എന്റെ അപ്പനല്ല, എന്റെ ജീവിതത്തിൽ വേണ്ട. This is Mexico. If you touch that, I don't care. Tata, you are not my father. Yes. What is the name? What is share? അമ്മേനെ എന്തുകൊണ്ട് കേറ്റാൻ പറ്റില്ല? അമ്മേനെ കേറ്റി കഴിഞ്ഞാലേ അജ്മലിനെ എന്തുകൊണ്ട് ഇറക്കാൻ പറ്റുള്ളൂ? അത് ചതിയ മക്കളെ, അമ്മേനെ ചതിക്കും. അജ്മലിനെ കളഞ്ഞിട്ട് അമ്മേനെ എടുക്കൂ, പ്രോബ്ലം സോൾവ് ആവില്ല. പ്ലീസ്. This is my final word in the name of Jesus. Even when I knew you were from 9th ആ ചാറ്റ് കണ്ടിട്ടും നിങ്ങൾ മൂന്ന് പെണ്ണുങ്ങളും വിചാരിച്ചിട്ട് ഈ കാര്യത്തിൽ ഒരു മാറ്റം നിങ്ങൾക്ക് അറിയത്തില്ല മക്കളെ, ശരിക്കും വേറെ ഫേസ് അവിടെ. ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മാരിയോ ജോസഫ് ആൻഡ് ജിജി മാരിയോ. നമുക്കറിയാം, ഈ എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മജോറിറ്റി ഓഫ് ആൾക്കാർക്കും ഈ വ്യക്തികളെ അറിയാമായിരിക്കും. നമ്മൾ കണ്ടിട്ടില്ലേ, സോഷ്യൽ മീഡിയയിൽ ദമ്പതികൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല മോട്ടിവേഷൻ ക്ലാസ്സുകൾ, ദാമ്പത്യ ജീവിതത്തിലെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കുന്ന രണ്ട് വ്യക്തികളായിരുന്നു ജിജോയും മാരിയോയും. അവരിപ്പം എക്സ്പോസ് ആയിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ അവര് അത്രയ്ക്കധികം മനോഹരമായിട്ടാണ് നമുക്ക് ക്ലാസ്സുകൾ എടുത്തു തന്നിരിക്കുന്നത്. നീ ഭർത്താവിനെ ഇന്ന് എഴുന്നേറ്റപ്പോൾ കാല് തൊട്ട് വന്നിച്ചിരുന്നോ, അവന് ഒരു ചുംബനം കൊടുത്തിരുന്നോ, എത്ര തവണ നിങ്ങൾ ഇന്ന് ഐ ലവ് യു പറഞ്ഞു, നിങ്ങൾ പരസ്പരം ഐ ലവ് യു പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്നൊക്കെ രീതിയിലുള്ള ഒരു ദമ്പതികൾക്കായിട്ടുള്ള മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ഒരു രീതിയായിരുന്നു ഇവർ. അത്ര മനോഹരമായിരുന്നു. ഇവരുടെ ഇപ്പം ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ നേരിടുകയാണ്. ഒരു വർഷമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പൊ അതിന്റെ ഒരു മൂർധന്യാവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ്. പക്ഷെ എന്തെന്ന് വെച്ചാലും ഇവര് നല്ല രീതിയിൽ ചൂരൽമലയിലൊക്കെ നമ്മുടെ ഉരുൾപൊട്ടലുണ്ടായ സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർക്ക് വീടൊക്കെ നഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷെ 100-100-ലധികം വീടുകളോളം സാധാരണക്കാർക്ക്, പാവപ്പെട്ട ജനങ്ങൾക്ക് ഇവര് വെച്ചു കൊടുത്തു. അങ്ങനെയൊക്കെ ഇവര് നല്ല പ്രവർത്തികളൊക്കെ കുറെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഇപ്പൊ അവര് എക്സ്പോസ് ആയി ഇരിക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ മോട്ടിവേഷനിലൂടെ കുറെ ആൾക്കാർക്ക്, അതായത് ഒരു 40-40 വയസ്സിന് മുകളിലുള്ള സ്ത്രീ ജനങ്ങൾക്ക് ഇവരുടെ മോട്ടിവേഷൻ കേൾക്കുമ്പോഴത്തേക്ക് തങ്ങളുടെ ഭർത്താവ് ഇങ്ങനെ വരുന്നില്ല, അങ്ങനെ വരുന്നില്ല, എന്തുകൊണ്ട് അങ്ങനെ കുറെ തെറ്റിദ്ധാരണകൾ, പിടിവാശികളൊക്കെ കാരണം കുറെ ദാമ്പത്യങ്ങൾ ഇവര് പോലും അറിയാതെ ദാമ്പത്യ ബന്ധങ്ങൾ ചിഹ്നം ചിതറിപ്പോയിട്ടുണ്ട്. അതുപോലെ കുറെ ദാമ്പത്യ ജീവിതത്തിലെ രണ്ടാൾക്കും ഇടയിലുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഇവര് കൊടുത്തിരുന്ന മോട്ടിവേഷൻ അത് ആളിലേക്ക് ഇൻജക്ട് ചെയ്യാൻ ശ്രമിച്ചു കുറെ ദമ്പതികൾ. അങ്ങനെയും കുറെ ആൾക്കാർക്ക് നമ്മുടെ ദാമ്പത്യ ജീവിതം നഷ്ടമായി പോയി, ജീവിതം നിലച്ചു പോയിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇവരറിയാതെ ഇവർ ചെയ്യുന്ന തെറ്റുകളായിരുന്നു. കുറെ ആൾക്കാർക്കൊക്കെ ഇതൊക്കെ എങ്ങനെയൊക്കെയോ ചക്കിട്ടപ്പം മൊയില് ചത്തുന്ന പോലെ ഇവർക്ക് കുറെ ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ ദാമ്പത്യ ജീവിതം ഒന്നിച്ചു പോയിട്ടുമുണ്ട്. അപ്പൊ അമ്മാതിരി ടൈപ്പിലുള്ള ഒരു മോട്ടിവേഷൻ ക്ലാസ് ആയിരുന്നു ഇവരുടെ. നമ്മൾ മനസ്സിലാക്കണം, കുടുംബത്തിൽ പ്രശ്നമില്ലാത്ത ഒരു വീടും ഇല്ല. എല്ലാ ഭർത്താക്കന്മാരുടെ ഭാര്യമാരുടെ ഇടയെങ്കിലും എല്ലാ കുടുംബത്തിലും എപ്പോഴും ഒരു ദിവസം, ഒരാഴ്ച 2 തവണയെങ്കിലും എങ്ങനെയാണേലും അലമ്പും ബഹളമൊക്കെ നടക്കണം. അത് സ്വാഭാവികമാണ്. പക്ഷെ അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ ഇവരുടെ ഒരു മോട്ടിവേഷൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ടൈപ്പുള്ള മോട്ടിവേഷൻ ആണ്. ഭർത്താവിനെ അങ്ങനെ കാരണം, ഭാര്യ ഇങ്ങനെ ചെയ്യണം, അത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മാതിരി ആ ജാതി ഒരു പ്രകടനമായിരുന്നു ഇവരുടേത്. അപ്പൊ നമ്മൾ സീരിയസ്ലി വിശ്വസിച്ചിരുന്നു, ഈശ്വര ഇവരെന്ത് നല്ലൊരു ഭാര്യയും ഭർത്താവും ആണല്ലേ, അപ്പൊ ഇവരെ പോലെ ഒരു ദമ്പതികളാകണമെങ്കിൽ നമ്മൾ എത്ര ജന്മം കാത്തിരിക്കണമെന്നൊക്കെ. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇവരുടെ ജീവിതത്തിൽ കുറെ അധികം വഴക്കുകളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളും വിഷ്വൽസും വോയിസ് റെക്കോർഡ് അടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഇവർക്ക് ഉണ്ടായ സാമ്പത്തികമാണ് ഇതിന് കാരണം എന്നൊക്കെ പറയപ്പെടുന്നു. കാരണം ഇവർക്ക് ട്രസ്റ്റ് നടത്തുന്നുണ്ട്. അപ്പൊ ട്രസ്റ്റില് ഇവരുടെ ഫാമിലി മെമ്പേഴ്സിനെ കൂടാതെ വേറൊരാളുണ്ടെന്ന് പറയുന്നു. അപ്പം അയാളെ മാരിയോ അജ്മൽ എന്ന് പറഞ്ഞൊരു വ്യക്തി, ആ വ്യക്തിയെ ഉപേക്ഷിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ അധികം തർക്കങ്ങൾ ഇവരുടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ ഇന്നലെ ഒരു ചാനലിൽ വന്ന ഇവരുടെ വോയിസ് റെക്കോർഡാണ്, നമുക്ക് ഒന്ന് കേട്ടു നോക്കാം. കൊറേ ചാച്ചയും അമ്മയും എന്നെ ജോക്കറാക്കുന്നു, നിയമമുണ്ട്, മറ്റതാ പറ്റില്ല എന്നൊക്കെ. Clear cut reason you give me now. What is the name? Wait. What is the name? What is share? അമ്മേനെ എന്തുകൊണ്ട് കേറ്റാൻ പറ്റില്ല? അമ്മേനെ കേറ്റി കഴിഞ്ഞാലേ അജ്മലിനെ എന്തുകൊണ്ട് ഇറക്കാൻ പറ്റുള്ളൂ? അത് വാശി. മനസ്സിലായില്ല. നേരത്തെ പറഞ്ഞ നാണയാണല്ലോ. I am your doctor. Why are you lying to me? Why are you making me like a fool? ഇത്രയും നേരം ഞാൻ ഇവിടെ നിന്ന് എനിക്ക് തലവേദനിക്കുന്നു,
കഷ്ടപ്പെട്ട് സംസാരിക്കുന്നത്, trying to make us one and putting so much effort, and you guys have this bloody cheap ego. What is this? ബാംഗ്ലൂരിലുള്ള മകള് ഇവരെ പ്രശ്നം അറിഞ്ഞിട്ട് ഇവരെ വീട്ടിലോട്ട് വരികയും എന്നെ പീലിയാമൊഴിയോ അങ്ങനെ ഇവരെ വീട്ടിലോട്ട് വരികയും അപ്പൊ ഈ അച്ഛന്റെ അമ്മയുടെ പ്രശ്നം എന്താണ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇടനില നിൽക്കുന്ന ഒരു മകളുടെ സൗണ്ടാണ് നമ്മളിപ്പോ കേട്ടത്. അപ്പം മകള് പ്രശ്നം ചോദിച്ചറിയുകയാണ്, അച്ഛനോടും ചോദിച്ചറിയണം, അമ്മയോടും ചോദിച്ചറിയണം. അപ്പം അതിനകത്ത് കുറച്ച് തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഒരു ദാമ്പത്യ ബന്ധം വിള്ളലുണ്ടാകുമ്പം അവിടെ പ്രതിസന്ധിയിലാകുന്നത് തീർച്ചയായിട്ടും മക്കളാണ് അല്ലെ. അപ്പം ഇവിടെയും സെയിം സിറ്റുവേഷൻ തന്നെ. അപ്പം മകൾക്ക് ഇതിന് ഇടപെടേണ്ടി വന്നു. അപ്പൊ മകളുടെ ഒരു ഒപ്പീനിയനും അതുപോലെ തന്നെ മകൾ ചോദിക്കുന്ന ചോദ്യത്തിന് അച്ഛൻ കൊടുക്കുന്ന മറുപടിയൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് തീർച്ചയായും ഇതിനകത്ത് ഒരു കാര്യം വ്യക്തമാണ്, അജ്മൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ മാരിയയ്ക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റത്തില്ല എന്ന് തന്നെ വ്യക്തമാണ്. അപ്പം മകൾ ഇതിനകത്ത് പറയുന്നുണ്ട്, അച്ഛ പ്ലീസ് അയാളെ ഒഴിവാക്കും, എന്നിട്ട് അമ്മ ഈ ട്രസ്റ്റിലോട്ട് കയറ്റും, അമ്മയല്ലേ ജീവിതത്തിൽ ഇമ്പോർട്ടന്റ് പാർട്ട്, എന്തിനാണ് അച്ഛൻ ഇത്ര ഈഗോ വെക്കുന്നത്, ഈഗോ കള എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് തുടർന്ന് കേട്ടു നോക്കാം. Good, very good. And for this silly thing only you have this ego, no? Appa ego went. Ego in the air. Appa no ego. For you, your ego, your judgment, your mom. You don't want me. Why did you give birth to me? Why did you told all lie in this world? I love you the most. You are everything that this. You used me, your daughter, who trusted you blindly in everything. You broke my trust. You failed as a father. No, ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്, മകൾ എത്ര കാല് പിടിച്ചിട്ടും അജ്മലിനും ദേവസ്യ എന്ന് പറഞ്ഞ വേറെ വ്യക്തിയും കൊണ്ടുണ്ട്, ഇവരെ രണ്ടിനെയും ഈ ട്രസ്റ്റിനെ ഒഴിവാക്കാനും പറ്റത്തില്ല, പകരം തന്റെ ഭാര്യയിൽ ഇതിനകത്തോട്ട് ഇൻക്ലൂഡ് ചെയ്യാനും പറ്റത്തില്ല എന്ന് പുള്ളി വ്യക്തമായിട്ട് തന്നെ മാരിയോ വ്യക്തമായിട്ട് തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഇവിടെ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷും പരിപാടിയൊക്കെ ആയിട്ട് വീണ്ടും അവിടെ രംഗം വഷളായിരുന്നുണ്ട്. പിന്നീട് ഈ ഒരു രംഗം കഴിഞ്ഞിട്ട് പിന്നെ ഇവര് പോകുന്നത് ദേവസ്യയുടെ വീട്ടിലോട്ടാണ്. അപ്പം അവിടെ ഒരു സംസാരമൊക്കെ നടക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഇവിടെ ജിജോ കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടുകൊണ്ട് പരാതി കൊടുക്കുന്നത്. ഇപ്പം ഇവര് ഉപദ്രവിച്ചു, ടിവിയുടെ സെക്ടർ ബോക്സ് എടുത്ത് തലക്കടിച്ച് ഉപദ്രവിച്ചു. അപ്പൊ ഇവര് ചോരയൊക്കെ ഒലിപ്പിച്ച് നിൽക്കുന്ന ഒരു വീഡിയോ ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഇത് അപ്പാടെ നിഷേധിച്ചുകൊണ്ടാണ് മാരിയോ രംഗത്ത് വന്നിരുന്നത്. എന്ന് വെച്ചാൽ മാരിയോ പറഞ്ഞത് ഇവിടെ സെക്ടർ ബോക്സ് എന്ന് പറഞ്ഞ സാധനം തന്നെ നമ്മുടെ വീട്ടിലില്ല, ഒരു ഗ്ലാസ് ഡോർ ആണ്, ഗ്ലാസ് ഡോറിൽ അതായത് ജിജോ സ്വയം തലക്കടിച്ച് പരിക്ക് ഉണ്ടാക്കിയിട്ട് മനഃപൂർവ്വം കൊണ്ട് കേസ് കൊടുത്തതാണ് എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു വീഡിയോയും കൂടെ പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് ഇതും കൂടെ ഒന്ന് വെച്ച് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ആ താമസിച്ചതും വഴക്കുണ്ടായതുമായ വീട്ടില് TV ഇന്നുവരെ വാങ്ങിയിട്ടില്ല, അവിടെ TV ഇല്ല, അവിടെ നിങ്ങൾ സെറ്റാപ്പ് ബോക്സും ഇല്ല. എന്തുകൊണ്ട് അങ്ങനെ എത്തിയാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല കേട്ടോ. അത് ആ നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ. അപ്പൊ സബ്ജക്ട് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ആ സബ്ജക്റ്റിലേക്ക് വരാം. ശരിക്കും മാരി ബ്രദർ വിജയ തല്ലുകയോ വഴക്കുണ്ടാക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്തിനാണ് എന്നറിയണം. അതിന്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ ആദ്യം പറയുന്നത്. എന്നെക്കാൾ അധികം പലപ്പോഴും അവനെ വിശ്വസിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്, എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. ആൽബിയൻ കുഞ്ഞുമോ എന്ന് പറയും, കോട്ടയംകാരനാണ്. അവനെ പേരിനെടുത്തിട്ടു, പേരിന് ഒരാൾ മാത്രം. അവന്റെ ഒരു പ്രത്യേകത, ജിജി എന്ത് പറയുന്നു അത് മാത്രമേ അവിടെ ചെയ്യുള്ളൂ. അപ്പോ ട്രസ്റ്റിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയി തുടങ്ങിയപ്പോഴേക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റാണ്ട് പിന്നെ ഞാൻ സഹിച്ചു. എന്റെ ഭാര്യയല്ലേ. അദ്ദേഹം എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യനുമായി നിങ്ങളുടെ ഭാര്യയ്ക്ക് അല്പം കൂടുതൽ അടുപ്പം ഉണ്ടെന്ന് പറഞ്ഞു. പയ്യന്റെ പേര് ഞാൻ പറയുന്നില്ല, ഫോട്ടോ കാണിക്കുന്നില്ല, എനിക്ക് അവൻ മകനെ പറഞ്ഞു. പക്ഷെ ഇച്ചിരി അടുപ്പം കൂടിപ്പോയി, അവരൊന്നിച്ച് ഒരുപാട് വാഹനത്തിൽ സഞ്ചരിക്കുന്നു, അതൊക്കെ ഒന്ന് നിയന്ത്രിക്കണം. ഞാൻ നിയന്ത്രിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരൊന്നിച്ച് ലേറ്റ് ആയിട്ടൊക്കെ യാത്ര ചെയ്യുന്നത് നിയന്ത്രിക്കാൻ ചെന്നപ്പോൾ അവനും അതനുസരിച്ചില്ല, ജിജിയും അനുസരിച്ചില്ല. അപ്പൊ ജിജി ചോദിച്ചു, നിങ്ങൾ എന്താ ഇത്ര സംശയിക്കുന്നത്? അതാണ് എന്നോട് ഈ വിഷയം പറഞ്ഞു പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ജിജി അപ്പം ഇവിടെ മാരിയോ പറയുന്നത് ജിജിക്ക് മറ്റൊരു അഭിഹിത ബന്ധമുണ്ട്. അതായത് മാരിയോട്ട് വിവാഹം കഴിക്കുന്ന മുമ്പ് ഒരു ആൺസുഹൃത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ആൺസുഹൃത്തിനെയാണ് ഇവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, അങ്ങനെയൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നീട് എന്താണ് ഇവരുടെ സ്ഥാപനത്തിൽ ഒരു പയ്യനുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും ജിജിയെ തീർത്തും മോശക്കാരിയായിട്ട് മാരിയോ സ്വയം വൈറ്റ് വാഷ് അടിക്കുന്ന രീതിയാണ് ഇവിടെ കാണുന്നത്. അപ്പൊ അടുത്തിരിക്കുന്ന ആളില്ലേ അജ്മൽ, സാംസങ് എന്ന് പറഞ്ഞത്, അപ്പൊ ഈ ആളെ പുറത്താക്കണമെന്നാണ് ജിജിയുടെ ആവശ്യവും ജിജിയുടെ മകളുടെ ആവശ്യം. അപ്പൊ ഇയാളെ പുറത്താക്കത്തില്ല, അതായത് മാരിയോയ്ക്ക് ഈ ജിജിയയില് ഭയങ്കര ഇഷ്ടമാണ്, ഇവര് ഹോമോസെക്ഷൽ ടൈപ്പ് ആണ് എന്നൊക്കെയാണ് ഇവിടെ ആ വോയിസിനകത്ത് ലാസ്റ്റ് പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു അലിഗേഷൻ ഒക്കെ പറയുന്നുണ്ട്. അപ്പം എന്താണെന്ന് അറിയത്തില്ല. എന്താണേലും ഓരോ ദിവസം കഴിയും തോറും മാരിയോ ജിജിയുടെയും വിഷയം വളരെയധികം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ അങ്ങേയറ്റം ചർച്ച ഇരിക്കുന്ന ഒരു വിഷയമാണ്. ഇവര് ചർച്ചയായത് എന്താണെന്ന് വെച്ചാൽ അതുമതിയായിരുന്നു ഇവരുടെ ദാമ്പത്യ ജീവിതത്തിലെ ഇവരുടെ ഒരു മോട്ടിവേഷൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഒരു ക്ലാസ് ആയിരുന്നു. അപ്പൊ നമുക്ക് ഇവരുടെ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർക്ക് എങ്ങനെയാണ് ഇവരുടെ ക്ലാസ് എന്നുള്ള രീതിയിൽ ചെറിയൊരു ക്ലിപ്പ് നമുക്ക് കണ്ടു നോക്കാം.
ഏത് മതക്കാർ വിവാഹം കഴിക്കുന്നു എന്നല്ല, അവരുടെ കുടുംബജീവിതം നയിക്കുന്നത് ആര് എന്നതിലാണ് കുടുംബത്തിന്റെ സമാധാനം കിടക്കുന്നത്. ആരാണ് ഈ കുടുംബത്തെ നയിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഭാര്യ ഭർത്താവിനെ ശ്രേഷ്ഠമായി കണ്ടു, അല്ലെ ഭാര്യ ഭർത്താവിനെ കണ്ടു, അല്ലെങ്കിൽ അപ്പൻ മക്കളെ കണ്ടു, മക്കൾ അപ്പനെ കണ്ടു, ചേട്ടൻ അനിയനെ കണ്ടു, ആ കുടുംബം സ്വർഗതുല്യമായിരിക്കും. ഭാര്യ ഭർത്താവിനോടുള്ള കാര്യം തുറന്നു പറയും. അതിങ്ങനെ മനസ്സിൽ വെച്ചിട്ട് പറയാൻ മടിച്ചിട്ട്, പ്രശ്നത്തെ ഫേസ് ചെയ്യാൻ മടിച്ചിട്ട് ഒളിച്ചോടുന്ന സ്വഭാവം ക്രിസ്തു നയിക്കുന്ന കുടുംബത്തിലുണ്ടാകും. കുടുംബത്തിൽ വഴക്കില്ലാതിരിക്കണമെങ്കിൽ കുടുംബത്തെ ദൈവികമായി തന്നെ കാണാൻ പഠിക്കണം. ബെറ്റർ ആയിട്ടുള്ളൊരു പീസ് കിട്ടണോ? പീസ് കിട്ടണമെങ്കിൽ എവിടെയാ ഞാൻ മാറ്റം വരുത്തേണ്ടത് എന്നാ ചിന്തിക്കേണ്ടത്. കുറവുള്ള വീട്ടിലെ കാര്യങ്ങൾ നോക്കാത്ത ഈ വൈകി വരുന്ന ഭർത്താവിന് ചേച്ചിക്ക് താങ്ങാൻ പറ്റുള്ളൂ. കണ്ടില്ലേ, ഇമാതിരിയുള്ള ഐറ്റം ക്ലാസ്സുകളായിരുന്നു. അപ്പൊ എങ്ങനെ ട്രോളാതിരിക്കും അല്ലേ? അപ്പൊ ഇതാണ് ഈ ശരിക്കും ഇവരുടെ പ്രവൃത്തിയോട് ഇവരുടെ പ്രൊഫഷണലോട് നീതി കാണിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് പറയാം. കാരണം ഇവര് ശരിക്കും ഒറിജിനൽ ആയിട്ട് ഇവരുടെ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ ഇവര് സക്സസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നില്ല ഇവർ രണ്ട് വ്യക്തികളും. പക്ഷെ ഇവർ ഇതിനെ ഒരു പ്രൊഫഷണൽ ആക്കി എടുത്തുകൊണ്ട് ഇവരത് നമ്മുടെ മുമ്പിലോട്ട് ഒരു മോൾഡ് ഇട്ടുകൊണ്ട് നമുക്ക് ഒരു കുറച്ച് തെറ്റായ ധാരണകള് മനുഷ്യർക്കിടയിൽ അടിച്ചു പിടിപ്പിക്കുകയായിരുന്നു ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇവരുടെ ഈ ഒരു സംസാരം കേൾക്കുമ്പോൾ ഇവരുടെ ഒരു ഏജ് കാറ്റഗറി കണ്ടില്ല. അപ്പൊ ഇവരുടെ സെയിം കാറ്റഗറിയിൽ നിൽക്കുന്ന സ്ത്രീകളാണെങ്കിലും പുരുഷനാണെങ്കിലും എന്റെ വൈഫ് അങ്ങനെയല്ലല്ലോ, എന്റെ അല്ലെങ്കിൽ ഹസ്ബൻഡ് അങ്ങനെയല്ലല്ലോ, എന്റെ വൈഫ് അങ്ങനെയാകണം, എന്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ അങ്ങനെയാകണം എന്ന് ചിന്തിച്ച് ഓവർ തിങ്ക് ചെയ്ത്, ഇവർ ഈ മോട്ടിവേഷൻ ക്ലാസ് കേട്ടിട്ട് മാത്രമാണ് ഓർക്കണം, ഓവർ തിങ്ക് ചെയ്ത് അത് ആപ്ലിക്കബിൾ ആക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുമ്പോൾ വീണ്ടും അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ വീണ്ടും വിള്ളലായിട്ട് കുറെ അധികം ദാമ്പത്യ ജീവിതങ്ങൾ അങ്ങനെ തകർന്നു പോയിട്ടുണ്ട്. ഭാഗ്യമെന്ന് വെച്ചാൽ ഇത് ശരിയായി അഡ്ജസ്റ്റ് ചെയ്ത കുറെ ദാമ്പത്യ ജീവിതവും ഉണ്ട്. പക്ഷെ നമ്മൾ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും ഒത്തുചേർന്ന് പോകാൻ ഒട്ടും പറ്റത്തില്ലെങ്കിൽ അത് അവിടെ വിട്ടിട്ട് തന്നെ പോകണം. പക്ഷെ ഇങ്ങനെ ചുമ്മാ ഒരു സ്നേഹം നമ്മൾ റീക്രിയേറ്റ് ചെയ്ത് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഓട്ടോമാറ്റിക്കലി ഇമോഷൻസ്, ഫീലിങ്സ് ഒക്കെ ഓട്ടോമാറ്റിക്കലി നമുക്ക് അവരോട് തോന്നുകയും വരികയും ചെയ്യേണ്ടതാണ്. അത് ഒരു ക്രിയേഷൻ ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അതൊരു സ്ക്രിപ്റ്റഡ് ആകുമ്പോഴത്തേക്ക് അതിന്റെ ലെവൽ മാറുകയാണ്. അപ്പം ഇവരുടെ ഒരു മോട്ടിവേഷൻ ക്ലാസ് കേട്ടിട്ട് മിക്കവരും അത് സ്ക്രിപ്റ്റഡ് ആക്കാൻ നോക്കും. അപ്പൊ അവിടെയാണ് പ്രശ്നങ്ങൾ പാളുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇത്രയും അധികം സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടും ഇത്രയധികം പാവപ്പെട്ടവർക്ക് വീടുകളൊക്കെ വെച്ച് കൊടുത്തിട്ടും ഇവര് ഇപ്പോഴും ട്രോൾ ഏറ്റുവാങ്ങാൻ കാരണം അതാണ്. പിന്നെ ഇവരെ കുറെ സാമ്പത്തിക ഇടപാടുകൾ, ട്രസ്റ്റിൽ നിന്ന് പൈസ എടുത്തു മുങ്ങി എന്നൊക്കെ കുറെ അലിഗേഷൻസ് ഒക്കെ ഇവിടെ മാരിയോ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ അന്വേഷണത്തിലോട്ട് വരേണ്ട സാധനങ്ങളാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവരുടെ ഒരു ഓഡിറ്റിംഗ് ആയിട്ടുള്ള ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ എന്താണ് വാസ്തവം നമുക്കറിയത്തില്ല. അപ്പൊ അതൊന്ന് പൈസ എടുത്തു മുക്കി 5 ലക്ഷം രൂപയുടെ ഒക്കെ കാര്യമൊക്കെ മാരിയോ പറയുന്നുണ്ട്. അപ്പൊ എന്ത് തന്നെയായാലും മുന്നോട്ട് ഈ വിഷയം വഷളായിക്കൊണ്ടിരിക്കുകയാണ്, പബ്ലിക്കിന്റെ മുന്നിൽ ചർച്ച ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇതിൽ മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും ഒട്ടും പെർഫെക്റ്റ് അല്ല. അപ്പം നമ്മൾ ആരെയും ഉപദേശിക്കാൻ ആക്റ്റുമല്ല. നമുക്ക് നമ്മുടെ ഒപ്പീനിയൻ പറയാം, അതവര് കേൾക്കുവോ കേൾക്കാതിരിക്കുവോ അത് അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായും കമന്റ് ചെയ്യണം. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമന്റ്, ഹൈപ്പ് എന്തെങ്കിലും ഒക്കെ ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ചിൽഡ്രൻ ടേക്ക് കെയർ, ബൈ.